ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ശൈഖുനാ ഉസ്താദ് അവർകൾ, മറ്റു വേദിയിലിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അക്രമ രാഷ്ട്രത്തിന്റെ വിലനിലമായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം എന്ന വിഷയത്തെ പറ്റി ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ന് നേതാക്കന്മാർ അവരുടെ സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ തന്നെയാണ്. അതുകൊണ്ട് നഷ്ടമുണ്ടാക്കുന്നത് ഭാവിയിലെ ജനാധിപത്യത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഇത് ആവശ്യമാണ്. ക്യാമ്പസ് രാഷ്ട്രീയം നമ്മുടെ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടിയിരിക്കുന്ന സമയം ഏറെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വോട്ടവകാശവും തെരഞ്ഞെടുപ്പും ജനാധിപത്യത്തിന്റെ പ്രധാന കണ്ണികളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനാധിപത്യത്തിന്റെ സമൂഹത്തിനാണ് കൂടുതൽ സ്ഥാനം. അതിനാൽ നേതാക്കന്മാർ മന്ത്രിയാകാനും MLA ആകാനും വോട്ടിനു വേണ്ടി ഏത് മാർഗം സ്വീകരിക്കാനും തയ്യാറാണ്. അതുകൊണ്ട് നേതാക്കന്മാർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് പല പാർട്ടികൾ അവരുടെ ചെറു പാർട്ടികളായി രൂപം കൊള്ളുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ഭരണം നടത്തുന്ന, അതിൽ വോട്ടവകാശമുള്ള എല്ലാ ജനങ്ങളും ഭാഗമാക്കാകുന്നു. ഇന്ന് എന്തിനും ഏതിനും രാഷ്ട്രീയ ബന്ധം വേണമെന്ന സ്ഥിതിയാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് നല്ല കാര്യമാണെങ്കിലും രാജ്യത്തിന്റെയോ ജനങ്ങളുടെയോ എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്ന ധാരണ ശരിയല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അതിന്റെ പോഷക സംഘടനകളായി ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. പഠിപ്പ് മുടക്കിയും മുദ്രാവാക്യം വിളിച്ചും തെരുവിലിറങ്ങിയും കുട്ടികളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുകയല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് കുട്ടികളുടെ ചിന്തയെ സന്മാർഗത്തിലൂടെ തിരിച്ചുവിട്ട് വിദ്യാലയാന്തരീക്ഷം ശുദ്ധീകരിച്ച് അവരുടെ പ്രവർത്തനം രാജ്യ താല്പര്യത്തിന് വേണ്ടി ഉള്ളതാക്കി തീർക്കണം. പക്ഷേ വീണ്ടും മറിച്ചുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. വിദ്യാർത്ഥികൾ നാടിന്റെ സമ്പത്താണ്. നാളത്തെ പൗരന്മാരായി തീരേണ്ടവരാണ്. അടുത്ത ഭരണത്തിൽ പങ്കാളികളാവേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി രാഷ്ട്രീയ പരിശീലനം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ലഭിക്കുക നല്ലതാണ്. പക്ഷേ അത് നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ പട്ടുകമാകാനല്ല സ്വയം പരിശ്രമിക്കേണ്ടത്. ഇന്ന് സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അതിന്റെ വരും പോരായ്മകളെ കുറിച്ച് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ തെറ്റോ ശരിയോ എന്ന് വേർതിരിച്ചറിയാതെ എടുത്തുചാട്ടം മൂലം ഒരുപാട് അപകടങ്ങളിൽ ചെന്നുപെടുന്ന അനവധി സംഭവങ്ങൾ നമുക്കിടയിൽ സുപരിചിതമാണ്. വിദ്യാർത്ഥികളെ കരുവാക്കി മുതലെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികളെ തിരിഞ്ഞു നോക്കാറില്ല. മറ്റേതൊരു കാര്യത്തെയും പോലെ രാഷ്ട്രീയത്തിലും ഗുണവും ദോഷവും ഉണ്ട്. രാഷ്ട്രീയ എന്തെന്നറിയാത്ത ചില നേതാക്കന്മാരുടെ ആഹ്വാനത്തിന് പുറകെ പോയി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയല്ല വിദ്യാർത്ഥി സമൂഹം ചെയ്യേണ്ടത്. മറിച്ച് പരമമായ വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടൊപ്പം മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുകയാണ് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടത്. ഇക്കാര്യം എല്ലാവരും ശരിയായി മനസ്സിലാക്കിയാൽ രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്തെന്ന് വ്യക്തമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.